Good afternoon, all. Good afternoon, Miss. Okay. The strength വളരെ കുറഞ്ഞല്ലോ. പത്രത്തിൽ വരുന്നുള്ളതാണ് അല്ലെ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഹൗസ് കീപ്പിംഗിലെ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിഫറെന്റ് ഏരിയയിലെ ക്ലീനിങ്ങിന്റെ സെക്ഷൻ പറഞ്ഞു അല്ലെ. അതായത് ടെർമിനൽ റൂം ക്ലീനിങ്, അതുപോലെ തന്നെ പേഷ്യന്റ് റൂം ക്ലീനിങ്, പേഷ്യന്റ് ബാത്റൂം ക്ലീനിങ്, ഓരോ പ്രൊസീജിയേഴ്സ് അല്ലെ, സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലീനിങ്ങിന്റെ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. Then നമ്മൾ ലാസ്റ്റ് നോക്കിയത് പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്ടന്റ്. അവിടെ വരെയല്ല നമ്മൾ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഓർമ്മയുണ്ടോ? ക്ലാസ് വായിക്കുന്നുണ്ടോ? ഡെയിലി പഠിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എക്സാമിന് തലേ ദിവസത്തേക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണോ? അങ്ങനെയാണോ? ക്ലാസ് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഐഡിയൽ ഡിസിൻഫെക്ടന്റ് വരെയാണ് നമ്മൾ എടുത്തത്. ജസ്റ്റ് ഒന്ന് ആ പോയിന്റുകളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്ത പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് വായിക്കാം, ഒരു പ്രാവശ്യം വായിക്കാം കേട്ടോ. വായിക്കാത്തവർക്ക് ഉണ്ടാവുമല്ലോ, ജസ്റ്റ് ഒന്ന് വായിക്കാം. പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒരു പ്രാവശ്യം പോയിന്റ്സുകൾ ഒന്ന് വായിക്കാം കേട്ടോ. ഇത് നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ എടുക്കണം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ പ്രോപ്പർട്ടീസ്? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ചലഞ്ചസ് അല്ലെ. ചലഞ്ചസ് എന്ന് പറയുമ്പോൾ വെല്ലുവിളികൾ. നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഹൗസ് കീപ്പിംഗ് സർവീസസ്. പേഷ്യന്റിന്റെ സുരക്ഷയ്ക്കും ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനും അസുഖങ്ങളൊന്നും വരാതെ സ്പ്രെഡ് ആകാതിരിക്കാനൊക്കെ നമ്മൾ ഒരു എപ്പോഴും ശുചിത്വം പാലിച്ചിരിക്കണം. സോ നമ്മൾ അതിന്റെ പ്രത്യേകമായിട്ട് അവർ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ചെയ്യുന്ന ക്ലീനിങ് സർവീസുകൾ എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ചലഞ്ചസ് അല്ലെ. ഏതൊരു പ്രവർത്തനവും ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്നല്ല, ഏതൊരു വർക്ക് നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള കുറച്ച് ചലഞ്ചസുകൾ ഉണ്ട് അല്ലെ, വെല്ലുവിളികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. സോ ഹൗസ് കീപ്പിംഗ് സർവീസസിൽ സ്വീകരിക്കുന്ന ചലഞ്ചസ്, വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് പോയിന്റ് ആണ്, നമുക്ക് ഓരോ പോയിന്റ് പറയാം. ഫസ്റ്റ് വൺ, കൺസിഡേർഡ് ആസ് ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി അല്ലെ. ഒരു ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി ആയിട്ടാണ് ഹൗസ് കീപ്പിങ്ങിനെ കണക്കാക്കുന്നത് അല്ലെ. ശരിയല്ലേ? ആണോ? നമ്മൾ ഹോസ്പിറ്റലിലെ ഏറ്റവും എന്താ പറയാ താഴത്തൊരു ലെവലായിട്ടല്ലേ ഹൗസ് കീപ്പിങ്ങിനെ കാണുന്നത് പൊതുവെ? ആണോ? കോമൺ ആയിട്ട് നോക്കിയാണെങ്കിൽ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ് കുറച്ചുകൂടി പ്രാധാന്യം ഹോസ്പിറ്റല് നൽകുന്നത് അല്ലെ. പക്ഷേ ഹൗസ് കീപ്പിംഗ്, ലോണ്ടറി, ഹൗസ് കീപ്പിംഗ് എന്നൊക്കെ പറയുമ്പോൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല അല്ലെ. അതാണ് ഫസ്റ്റ് വെല്ലുവിളി എന്ന് പറയുന്നത്. കൺസിഡേർഡ് ആസ് ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി, ഒരു താഴ്ന്ന ഒരു പ്രവർത്തനമായിട്ടാണ് കണക്കാക്കുന്നത്. സെക്കൻഡ് വൺ, ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. എന്താ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് സാമ്പത്തികമായിട്ടുള്ള പരിമിതികൾ. ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഇപ്പൊ ഹൗസ് കീപ്പിംഗ് പോലുള്ള അല്ലെങ്കിൽ ലോണ്ടറി ഇതൊക്കെ ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി ആയി കണക്കാക്കുന്നതിനാൽ അതിന് ഒരു സാമ്പത്തികമായിട്ടുള്ള പരിമിതികൾ ഉണ്ടാവുന്നത്. അതിനു വേണ്ടിയിട്ട് പ്രത്യേകം അധികം സാമ്പത്തികമായിട്ടുള്ള എന്താ പറയാ സാമ്പത്തികമായിട്ടുള്ള ഒരു
അതിനു വേണ്ടിയിട്ടുള്ള ഇപ്പൊ എമൗണ്ടുകളൊക്കെ എടുക്കുന്നതൊക്കെ അതിനൊക്കെ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നത്. അതായത് ഒരുപാട് ചെലവും കാര്യങ്ങളൊന്നും വഹിക്കില്ല അല്ലെ, അതിനൊരു സാമ്പത്തികമായിട്ടുള്ള പരിമിതികളുണ്ട്. Then third one, manpower shortage. എന്താ manpower എന്ന് ഉദ്ദേശിക്കുന്നത്? Manpower shortage. ലേബർ അല്ലെ, സ്റ്റാഫിന്റെ ഷോർട്ടേജ് അല്ലെ, സ്റ്റാഫുകളുടെ കുറവ്, ആവശ്യത്തിലധികമുള്ള സ്റ്റാഫുകളുടെ പോരായ്മകൾ. Then നാലാമത്തെ പോയിന്റ്, അൺവില്ലിംഗ് സൂപ്പർവിഷൻ. അൺവില്ലിംഗ് മീൻസ് എന്താണ്? അൺവില്ലിംഗ് ആണെന്ന്. വില്ലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ് അതിൽ അല്ലെ. അൺവില്ലിംഗ് സൂപ്പർവിഷൻ, ഒരു എന്താ ഇഷ്ടമില്ലാത്ത മേൽനോട്ടം അല്ലെ. അതായത് സൂപ്പർവിഷൻ ചെയ്യുന്നത് ആ ജോലിയോട് ഒരു ഇഷ്ടമില്ലാതെ ചെയ്യുക എന്നൊക്കെ പറയും. ഇനിയിപ്പോ നമ്മള് എന്ത് ജോലി ചെയ്യുമ്പോഴും, ഇപ്പൊ എക്സാമ്പിൾ ജോലി ആയിക്കോട്ടെ, നിങ്ങൾ പഠിക്കുകയാണ് അല്ലെ, നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്ത് പഠിക്കുകയാണ്. നിങ്ങൾ ആ എന്തിനോടാണോ നിങ്ങൾ പഠിക്കുന്നത് അതിനോട് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലേ നിങ്ങൾ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തത്? ആണോ? ചിലപ്പോ ഒരു ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം, ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടത്തിന്റെ പേരിലാണോ നിങ്ങൾ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തതും ജോയിൻ ചെയ്തത്? ആണോ? അല്ലാതെ ചുമ്മാ ടൈം പാസിന് എന്തെങ്കിലും ആയിക്കോട്ടെ എല്ലാവരും ഈ കോഴ്സ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ടല്ലേ? നിങ്ങൾ വില്ലിംഗ് ആണ്, എനിക്ക് തയ്യാറാണ്, എനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എനിക്ക് ഹോസ്പിറ്റൽ ബേസിൽ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്താലാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നത്. ആണോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെ എല്ലാവരും. അപ്പോ നമ്മൾ അതിനോട് വില്ലിംഗ് ആണ് അല്ലെ. സോ ഇവിടെ പറയുന്നത് അൺവില്ലിംഗ് മീൻസ് നമ്മൾ ഇഷ്ടമില്ലാതെ ഒരു ഡ്യൂട്ടി ചെയ്യുക, ഇഷ്ടമില്ലാതെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, ലാക്ക് ഓഫ് അവയർനെസ്. എന്താ അവയർനെസ് വെച്ചിട്ടുണ്ടെങ്കിൽ? അവയർനെസ് ഒരു അവബോധം അല്ലെ. അപ്പൊ ലാക്ക് ഓഫ് അവബോധമില്ലായ്മ, അതായത് എന്താണ്? ഇപ്പോ ഇങ്ങനെ ഒരു ഇപ്പോ ഹൗസ് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരു ശുചിത്വം വേണം, അല്ലെങ്കിൽ അത് ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനാണ്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വലിയ അറിവില്ലായ്മ അല്ലെ. പൊതുജനങ്ങൾക്കാണെങ്കിലും പബ്ലിക്കിന് വലിയൊരു അവയർനെസ് ഇല്ലാന്ന് ഇങ്ങനെയുള്ള ഒരു ഹൗസ് കീപ്പിങ്ങിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളൊരു അറിവില്ലായ്മയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത് ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി ആയിട്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. സോ ലാക്ക് ഓഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ ഒരു വെല്ലുവിളിയാണ്, അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. നെക്സ്റ്റ് വൺ, കോൺഫ്ലിക്ട്സ് ആൻഡ് ഇന്ററപ്ഷൻസ് അല്ലെ. അതായത് അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന തർക്കങ്ങളും മറ്റു പ്രശ്നങ്ങളും. ഇപ്പോ സ്റ്റാഫുകൾ തമ്മിൽ പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും. ലാസ്റ്റ് വൺ, തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജ്. അതായത് തെഫ്റ്റ് മീൻസ് മോഷണം പോവുക, വേസ്റ്റേജ് അധികം ഈ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ മെറ്റീരിയലുകളൊക്കെ എന്ത് ചെയ്യുക, വേസ്റ്റ് ആയിട്ടൊക്കെ പോകുന്നല്ലോ, അതായത് അമിതമായിട്ടുള്ള ഉപയോഗം. തെഫ്റ്റ് മോഷണം പോവുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഈ ഹൗസ് കീപ്പിംഗിന് മോഷണം പോകുന്നത്? എന്തൊക്കെയാണ് മോഷണം പോകുന്നത് ഹൗസ് കീപ്പിംഗിന്? ഒന്നും പോവില്ല, മോഷ്ടിക്കാനായിട്ടുള്ള ഒന്നുമില്ല അവിടെ. എന്തൊക്കെയാണ് ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഹൗസ് കീപ്പിംഗ് സർവീസിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അവിടെ നിന്ന് എന്തൊക്കെയാണ് മോഷണം പോകുന്നത്? ഒന്നും പോണില്ല. ഹൗസ് കീപ്പിംഗിൽ നിന്ന് മെഡിസിനും ഒക്കെ ഹോസ്പിറ്റലിലുണ്ട്. മോപ്പ് ഉപകരണങ്ങള്, ക്ലീനിങ് എക്യുപ്മെന്റ്സ്, ക്ലോത്ത്, ഡിറ്റർജന്റ് അല്ലെ, സപ്ലൈസുകള് അല്ലെ, അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങള് മോഷണം പോകാം. സോ അതും ഒരു വെല്ലുവിളിയാണ്. ഓക്കെ, അപ്പോ 8 ചലഞ്ചസ് ആണ് നമ്മൾ നോക്കിയത്, 7 ചലഞ്ചസ് അല്ലെ. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. കൺസിഡേർഡ് ആസ് ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി, ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, then manpower shortage, unwilling supervision, lack of awareness, conflict and interruptions, theft and wastage. Okay, വായിച്ചു നോക്കാം കേട്ടോ. വായിക്കുന്നതിനോടൊപ്പം തന്നെ പഠിക്കാൻ ശ്രമിക്കുക. സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സുകൾ വായിക്കുമ്പോൾ അതോടൊപ്പം തന്നെ പഠിച്ചു പോവുക കേട്ടോ. വായിച്ചു നോക്കാം ചലഞ്ചസ്. സാറ് ഗിരീഷ്ണാണോ ഫസ്റ്റ് പീരീഡ് സാറിന്റെ ഇരുന്നത്? അതാണ് ചോദിച്ചത്. ഓക്കെ, ഇന്ന് സാറിന്റെ ഇംഗ്ലീഷ് ക്ലാസ് ഇല്ല, ഞാൻ തന്നെ ഒരു അരമണിക്കൂർ കൂടി കണ്ടിന്യൂ ചെയ്യും.
തുടക്കത്തിൽ നിങ്ങളോട് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒരു അരമണിക്കൂർ കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഓക്കെ, പ്രോബ്ലം ഉണ്ടോ? ഇംഗ്ലീഷിലാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, അരമണിക്കൂർ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. വായിച്ചോളൂ. വായിക്കുമ്പോ പഠിക്കുക കേട്ടോ. പോയിന്റ്സും കൂടി ഒപ്പം പഠിച്ചു പോവുക. ഓക്കെ, ചലഞ്ചസ് കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, പഠിച്ചോ? കംപ്ലീറ്റ് ചെയ്തോന്നല്ല, പഠിച്ചോ നോക്കിട്ടെ. ഒരു 4 പോയിന്റ് എങ്കിലും പറയാൻ പറ്റുമോ? ഓക്കെ ആണോ? 4 പോയിന്റ് ആർക്കും പറയാൻ പറ്റില്ല? പറയാൻ പറ്റും. ഓക്കെ, ഞാൻ ചോദിക്കുന്നില്ല, ചോദിച്ച് കഴിഞ്ഞ് കളയുന്നില്ല, പഠിച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചലഞ്ചസ് ആണ് നമ്മൾ കണ്ടത്. ഹൗസ് കീപ്പിംഗ് നേരിടുന്ന വെല്ലുവിളികൾ. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ലാസ്റ്റ് സെക്ഷൻ ആണ്, ഹൗസ് കീപ്പിംഗ് മാനേജർ റെസ്പോൺസിബിലിറ്റീസ്. അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഹൗസ് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ അതില് ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ഈ പ്രവർത്തനങ്ങളെയൊക്കെ ഒന്ന് നിയന്ത്രിക്കണം, അല്ലെ? അതിനെ കൺട്രോൾ ചെയ്യണം. അപ്പൊ ഹൗസ് കീപ്പിംഗ് മാനേജർ, ഒരു മാനേജർ ഉണ്ടാകും. ഏതൊരു ഡിപ്പാർട്ട്മെന്റിലും ഒരു മാനേജർ ഉണ്ട്. മാനേജർ ആണ് അവിടുത്തെ ടോപ്പ് ലെവൽ പൊസിഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഹൗസ് കീപ്പിംഗിലും അതുപോലെ ഒരു മാനേജർ ഉണ്ട്. മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ഡ്യൂട്ടീസ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. സിമ്പിൾ ആണ്, നമുക്ക് സിമ്പിൾ ആക്കി പറയാം. ഫസ്റ്റ് വൺ, മോണിറ്റർ ഓൾ ദ ഡെയിലി ഓപ്പറേഷൻസ് ഓഫ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഡെയിലി നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുന്നു? മോണിറ്റർ ചെയ്യുന്നു, നിരീക്ഷിക്കുന്നു. കണ്ടെയ്നിങ് ദ cleanliness of all rooms and public areas every day. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു? ഡെയിലി ഓപ്പറേഷൻസ്, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും മോണിറ്റർ ചെയ്യുന്നു. ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? റൂംസ്, എല്ലാ റൂമും ക്ലീൻ ആണോ, അതുപോലെ തന്നെ പബ്ലിക് ഏരിയ ക്ലീനിങ് ആണോ, എല്ലാ ദിവസവും മോണിറ്റർ ചെയ്യുന്നു. പബ്ലിക് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ പബ്ലിക് വന്ന് നിൽക്കുന്ന റിസപ്ഷനും അതുപോലെയുള്ള ഏരിയകള്, അതുപോലെ എല്ലാ റൂംസും, പേഷ്യൻസിന്റെ റൂംസും ഡോക്ടേഴ്സിന്റെ റൂംസും ഇതെല്ലാം ഡെയിലി ക്ലീനിങ് ആണോ എന്ന് മോണിറ്റർ ചെയ്യുക. ഒന്നാമത്തെ ഡ്യൂട്ടിയാണ് നമ്മൾ പറഞ്ഞത്, മോണിറ്ററിങ് ഡെയിലി ഓപ്പറേഷൻസ്. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഇനി സെക്കൻഡ് വൺ നോക്കാം. Lead, hire and train housekeeping staff to stick to high standard of cleanliness and customer contentment. എന്താണ് പറയുന്നത്? അതായത് ലീഡ് ചെയ്യുക, ഹയർ ചെയ്യുക. ഹയർ മീൻസ് എന്താണ്? ഒരു പൊസിഷനിലേക്ക് നമ്മൾ ഹയർ ചെയ്തു എന്നൊക്കെ പറയും. ഹയർ മീൻസ് നിയമിക്കുക, അല്ലെ? സ്റ്റാഫുകളെ നിയമിക്കുക, ദെൻ അവരെ ലീഡ് ചെയ്യുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. എന്തിനു വേണ്ടി? ടു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ക്ലീൻലിനെസ് ആൻഡ് കസ്റ്റമർ കോണ്ടന്റ്മെന്റ്സ്. ലിസ്റ്റിനെങ്കിൽ എന്താണ്? കസ്റ്റമറിന്റെ, അതായത് ശുചിത്വമുള്ളതാണോ, കസ്റ്റമറിന്റെ സംതൃപ്തി വരുത്താനും അതുപോലെ തന്നെ ക്ലീൻലെസ് ആക്കാൻ, ശുചിത്വമുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നയിക്കുവാനും, അതുപോലെ തന്നെ കസ്റ്റമറിന് സംതൃപ്തി കൊടുക്കാൻ, പേഷ്യന്റിന് നമ്മള് എന്താണ് സംതൃപ്തി കൊടുക്കുവാനും വേണ്ടി എന്ത് ചെയ്യുക? സ്റ്റാഫുകളെ നിയമിക്കുക, ലീഡ് ചെയ്യുക, അവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുക. കസ്റ്റമറിനെ, പേഷ്യൻസിന് ശുചിത്വം ഉറപ്പുവരുത്താനും അവരുടെ സംതൃപ്തി ഉറപ്പുവരുത്താനും വേണ്ടിയിട്ട് നല്ലൊരു ട്രെയിനിങ് കൊടുക്കുക, ദെൻ അവരെ ലീഡ് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ?
സ്റ്റാഫിനെ എന്ത് ചെയ്യുക, നിയമിക്കുക, അവരെ ലീഡ് ചെയ്യുക, അവർക്ക് ട്രെയിൻ ചെയ്യുക. ഇതിനു വേണ്ടി പേഷ്യന്റിന്റെ സംതൃപ്തിക്കും അതുപോലെ തന്നെ ശുചിത്വത്തിനും വേണ്ടി. ഓക്കെ, ഇനി തേർഡ് പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് നോക്കാം. സൂപ്പർവൈസ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്, take inventory and make sure that of adequate cleaning supplies. Supervise housekeeping department budget. അല്ലെ, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ബഡ്ജറ്റിനെ മേൽനോട്ടം വഹിക്കുക. എന്താണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്? നമ്മൾ കോമൺ ആയിട്ട് ബഡ്ജറ്റ് എന്ന് പറയാറുണ്ട്. എന്തിനാ ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാല് ഒരു ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ്? ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ എന്താ ബഡ്ജറ്റ് എന്ന്? എന്താണ് ഒരു ബഡ്ജറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താ ബഡ്ജറ്റ്? ചെറിയ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ഒരു 6th പഠിക്കുന്നത്, 6th 7th പഠിക്കണല്ലേ? ഇൻകമും എക്സ്പെൻഡിച്ചറും അല്ലെ, നമ്മുടെ വരുമാനവും നമ്മുടെ ചെലവുകളും കൂടി കണക്കാക്കുന്നതാണ് ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലെ. ആ ബഡ്ജറ്റിനുള്ളിലാണോ നമ്മള് മൂവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം അല്ലെ. അപ്പോൾ ഹൗസ് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബഡ്ജറ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ട് ഒത്തിരി സ്റ്റാഫുകളുണ്ട്, സ്റ്റാഫിന് സാലറി കൊടുക്കണം, അതുപോലെ തന്നെ എന്താണ് എക്യുപ്മെന്റ്സുകൾ വാങ്ങിക്കണം, അവിടേക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസ് വാങ്ങിക്കണം. അപ്പൊ അവിടെ ചെലവുകൾ ഒത്തിരി വരുന്നുണ്ട് അല്ലെ. സോ ഈ ചെലവുകളൊക്കെ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യുക. സൂപ്പർവൈസ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്, ബഡ്ജറ്റിന് എന്ത് ചെയ്യാം, മേൽനോട്ടം വഹിക്കുക. Then take inventory. Inventory എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മള് കുറെ ക്ലാസ്സുകളിൽ ഇൻവെന്ററി പറഞ്ഞു പോയിട്ടുണ്ട്. ഇൻവെന്ററി എന്ത്? ഇൻവെന്ററി എന്ന് പറയുന്നത് ഇൻവെന്ററീസ് മീൻസ് കണ്ടുപിടുത്തുന്നുള്ളതല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് മീൻസ് നമ്മൾ ചരക്ക് വിവരങ്ങൾ, വില വിവര പട്ടിക എന്നൊക്കെ പറയില്ലേ, അതായത് അവിടേക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസുകൾ എന്തൊക്കെയാണ് അല്ലെ, അല്ലെങ്കിൽ അവിടേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, അങ്ങനെയുള്ള പട്ടിക തയ്യാറാക്കുക. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഓഫ് ആഡിക്വേറ്റ് ക്ലീനിങ് സപ്ലൈസ് അല്ലെ, ആവശ്യത്തിനുള്ള ക്ലീനിങ് സപ്ലൈസ് അവിടെ ഉണ്ടോ നമുക്ക് വരുത്തുക. ക്ലീനിങ് സപ്ലൈസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇപ്പോ മറ്റേ നമ്മള് ഡിറ്റർജൻസുകള്, ലിക്വിഡുകള്, അങ്ങനെയുള്ളതൊക്കെയാണ് സപ്ലൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അവയെല്ലാം ആ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? മൂന്നാമത്തെ പോയിന്റ് ബഡ്ജറ്റിന് മേൽനോട്ടം വഹിക്കുക, ഇൻവെന്ററീസുകൾ എടുക്കുക, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ക്ലീനിങ് സപ്ലൈസ് അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് നോക്കാം. Document areas cleaned by housekeeping attendants and report any problems such as room damage or maintenance requests to the front office. അല്ലെ, അതായത് ഡോക്യുമെന്റ് ഏരിയാസുകളൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻസ്മാര് എന്ത് ചെയ്യുക? ഡോക്യുമെന്റ് ഏരിയകളെല്ലാം ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോ റൂം ഡാമേജ് പോലുള്ള പ്രശ്നങ്ങൾ, ഇപ്പൊ റൂമിനൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമല്ലോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അതായത് ചിലപ്പോൾ വല്ല വിള്ളലുകൾ വന്നേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈൽസ് ഒക്കെ വല്ല പൊട്ടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റൂമുകള് ഡാമേജസുകൾ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഫ്രണ്ട് ഓഫീസ് അല്ലെ, ടു ദ ഫ്രണ്ട് ഓഫീസ്, അതായത് ഫ്രണ്ട് ഓഫീസിലേക്കുള്ള മെയിൻ്റനൻസോ അങ്ങനെ എന്തെങ്കിലും റിക്വസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് മാനേജറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഡോക്യുമെന്റ് ഏരിയകള് അറ്റൻഡൻസ്മാര് ക്ലീൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും റൂം ഡാമേജ് വല്ലോ, അല്ലെങ്കിൽ ഈ ഫ്രണ്ട് ഓഫീസിലേക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ അത് റിപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ നോക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇന്ന കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് റിപ്ലേസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നാലാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? അറ്റൻഡൻസ്മാര് ഡോക്യുമെന്റ് ഏരിയകള് ക്ലീൻ ചെയ്യുമ്പോൾ എന്താണ്? റൂം ഡാമേജസുകൾ ഉണ്ടാകാം. സോ റൂം ഡാമേജസുകൾ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് പോലുള്ള ഡിപ്പാർട്ട്മെന്റിലൊക്കെ എന്തെങ്കിലും മെയിൻ്റനൻസ് ഒക്കെ നടത്തണമെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിന്റ് നോക്കാം. മേക്ക് ഷുവർ ദാറ്റ് ഓൾ ക്ലീനിങ് എക്വിപ്മെന്റ് ഈസ് ഇൻ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ. ക്ലീനിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റുകൾ, ഇപ്പൊ എക്സാമ്പിൾ വാക്യൂം ക്ലീനറൊക്കെ നമ്മൾ ഉപയോഗിക്കും അല്ലെ,
അപ്പൊ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സുകളും പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനിലാണോ എന്ന് ഉറപ്പുവരുത്തുക. ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. ആൻഡ് മേക്ക് അറേഞ്ച്മെന്റ് ഫോർ റിപ്പയേഴ്സ് ആസ് നീഡഡ്. ആവശ്യമെങ്കിൽ അതിന് എന്തെങ്കിലും ഇപ്പൊ കണ്ടീഷൻസ് ഒക്കെ മോശമാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് റിപ്പയേഴ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ പോയിന്റ്? എക്യുപ്മെന്റ് വർക്കിംഗ് കണ്ടീഷൻ ആണോ നോക്കുക. ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആവശ്യമെങ്കിൽ അതിന് റിപ്പയർമെന്റ്സും ചെയ്യുക. നെക്സ്റ്റ് വൺ, റെക്കമെൻഡ് സർവീസസ് ഇംപ്രൂവ്മെന്റ് ടു ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിനോട് റെക്കമെൻഡ് സർവീസ്, അതായത് നമ്മൾ ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് കൂടുതൽ മെച്ചപ്പെടുത്ത സേവനങ്ങൾ, മാനേജ്മെന്റിന് നല്ല മെച്ചപ്പെട്ട സേവനങ്ങൾ കാഴ്ചവെക്കുവാനായിട്ട് കുറച്ച് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, നിർദ്ദേശങ്ങളൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, റെക്കമെൻഡ്സ് ശുപാർശ ചെയ്യുക. Then make sure that compliance with the safety and sanitation policies. കംപ്ലയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലിക്കുക, കംപ്ലയൻസ് പാലിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോ അല്ലെ, അതായത് സേഫ്റ്റിക്കും സുരക്ഷയ്ക്കും അതുപോലെ തന്നെ സാനിറ്റൈസിനും വേണ്ടിയിട്ട് പോളിസികളെല്ലാം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സ്റ്റാഫുകളും മറ്റും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും പേഷ്യൻസിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും അവർ നിശ്ചയിച്ചിട്ടുള്ള പോളിസികൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സില് ഹാൻഡ് ഹൈജീൻ വേണം, ഗ്ലൗസ് ഒക്കെ ധരിക്കുക, പേഷ്യൻസിന്റെ അല്ലെ നമ്മൾ വേസ്റ്റുകളൊക്കെ എടുക്കുമ്പോഴും അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റൂമും മറ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴും എന്ത് വേണം? വെയർ ഗ്ലൗസ് അല്ലെ, ഗ്ലൗസുകൾ ഡിസ്പോസബിൾ ആയിട്ടുള്ള ഗ്ലൗസുകളൊക്കെ ധരിക്കുക. സോ അപ്പൊ അവര് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. Then establish standards and procedure for work. അല്ലെ, ജോലിയുടെ അതായത് അവർ ചെയ്യേണ്ടതായിട്ടുള്ള വർക്കുകളുടെ മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളൊക്കെ ഒന്ന് സ്ഥാപിക്കുക. അതായത് വർക്ക് ചെയ്യാനായിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു വർക്ക് നമ്മളൊരു എന്താ പറയാ വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാന്ന് പറയില്ലേ, ഇപ്പൊ ഒരു ടൈമില് ഇന്ന ഭാഗങ്ങൾ വൃത്തിയാക്കുക, അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മാനദണ്ഡങ്ങള് നടപടികൾ സ്ഥാപിക്കുക. ലാസ്റ്റ് വൺ, ക്രിയേറ്റ് സ്റ്റാഫിംഗ് ഷെഡ്യൂൾസ്. സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള ഷെഡ്യൂളിങ് ക്രിയേറ്റ് ചെയ്യുക. കൃത്യസമയങ്ങളിൽ ഇപ്പോൾ ഡേ ഷിഫ്റ്റ് ഉണ്ടാവാം, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാകാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള സ്റ്റാഫിംഗ് ഷെഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് ഒരു ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഓരോ പോയിന്റും വായിക്കുക, മനസ്സിലാക്കി വായിക്കുക. കാരണം ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല. സോ എന്ത് ചെയ്യാം, ഓരോ പോയിന്റും നമ്മളുടേതായ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. ഇപ്പൊ മലയാളത്തിൽ ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ പറയുന്നത് പോലെ മനസ്സിലാക്കി പഠിച്ചു പോവുക കേട്ടോ. വായിച്ചു നോക്കുക, ജസ്റ്റ് ഓടിച്ചിട്ട് വായിക്കാനല്ല, ഓരോ പോയിന്റും അർത്ഥം മനസ്സിലാക്കി വായിക്കണം. ഓക്കെ,
Okay, complete ചെയ്തോ housekeeping manager responsibilities. Okay, അപ്പൊ നമ്മളുടെ housekeeping service എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലെ? എത്ര പെട്ടെന്നാണ് നമ്മളുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയത്? ആണോ? പെട്ടെന്ന് കഴിഞ്ഞില്ലേ? ആണോ? കുഴപ്പമില്ല ഈ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യുന്നതാണ് നോക്കാം കേട്ടോ. ഫസ്റ്റ് തുടങ്ങി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓൾറെഡി ഞാൻ വായിച്ചപ്പോ അണ്ടർലൈൻ ചെയ്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളൂ. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നില്ല, വലിയ മെഡിക്കൽ ടേമുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എളുപ്പമായിട്ടോ. ലോണ്ടറി സർവീസസ് പോലെ തന്നെ ഒരു അല്ലെ നോൺ ക്ലിനിക്കലിൽ വരുന്നൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്വയം വായിച്ച് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നോക്കാം. അപ്പൊ ഹൗസ് കീപ്പിംഗ് സർവീസസ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഹൗസ് കീപ്പിംഗ് സർവീസസിന് പറയുന്ന മറ്റൊരു പേരാണ് എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? PDF നോക്കാണ്ട് പെട്ടെന്ന് തന്നെ ആൻസർ ഒന്നും ടൈപ്പ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? ഹൗസ് കീപ്പിംഗ് സർവീസിന് പറയുന്ന മറ്റൊരു പേര് അതർവൈസ് ഇസ് കോൾഡ്, ആർക്കും ഓർമ്മയില്ല? അപ്പൊ ആരും പഠിച്ചിട്ടില്ല ഈ ചാപ്റ്റർ? മോക്ക് ടെസ്റ്റ് ഒന്നും അറ്റൻഡ് ചെയ്യണില്ല. എൻവയോൺമെന്റൽ സർവീസസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എൻവയോൺമെന്റൽ സർവീസസ് എന്നാണ് ഹൗസ് കീപ്പിംഗ് സർവീസസിന് തന്നെ പറയുന്ന മറ്റൊരു പേര്. പിന്നെ നമ്മൾ പറഞ്ഞു 3 ഇമ്പോർട്ടന്റ് ഹൗസ് കീപ്പിംഗ് ടാസ്ക് അല്ലെ? പ്രധാനമായിട്ടും ഹൗസ് കീപ്പിംഗ് ടാസ്കുകൾ 3 ടാസ്കുകളാണ് പറഞ്ഞത്. ക്ലീൻ അപ്പ് ആൻഡ് ക്ലീനിങ്, സാനിറ്റൈസിങ് ഹൈ ടച്ച് സർഫേസ് ക്ലീൻ ചെയ്യുക, then fill up empty paper towels, soap, etc. Then hospital waste properly ആയിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യുക. ഈ 3 ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേക ടാസ്ക് ആണ്. നെക്സ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഇങ്ങനെ നമ്മൾ ഹോസ്പിറ്റലുകളിലെ ഹൗസ് കീപ്പിംഗ് ചെയ്യുന്നത് കൊണ്ടുള്ള ആവശ്യകത എന്താണ്? ഓക്കെ, അപ്പൊ അതില് 4 പോയിന്റ് നമ്മൾ പറഞ്ഞു. 4 പോയിന്റ് പഠിക്കുക. ദെൻ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ നോക്കിയത്. ഹൗസ് കീപ്പിംഗിന്റെ ലക്ഷ്യങ്ങൾ അല്ലെ? എന്തൊക്കെയാണ് അതിന്റെ ലക്ഷ്യങ്ങൾ? ലൊക്കേഷൻ നോക്കി. ലൊക്കേഷൻസിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഹൗസ് കീപ്പിംഗ് സർവീസസ്. പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യാം കേട്ടോ. ഞാൻ ചോദിക്കുന്നത് ആൻസർ പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. ലൊക്കേഷൻ എവിടെയായിരുന്നു? ലൊക്കേഷൻ ഹൗസ് കീപ്പിംഗിന്റെ നോൺ പ്രൈം ഏരിയ അല്ലെ? അത് ഇന്ന ഫ്ലോർ ആണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോൺ പ്രൈം ഏരിയയിലായിരിക്കും. പിന്നെ നമ്മൾ അവിടെ ഒരു കാര്യം കൂടി പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്തായിരുന്നു ലൊക്കേഷനിൽ പറഞ്ഞത്? നോൺ പ്രൈം ഏരിയ എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞല്ലോ, ഓർക്കുന്നുണ്ടോ? സെൻട്രലി ലൊക്കേറ്റഡ് ആണ്. ഓക്കെ, വേറെ എന്തെങ്കിലും പറഞ്ഞു? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഓർഗാനോഗ്രാം ആണ് അല്ലെ? പ്രധാനമായിട്ടും 3 ടൈപ്പ് ആണ് പറഞ്ഞത്. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ, ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. ഓക്കെ, 3 കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ് അല്ലെ? അതായത് ഹൗസ് കീപ്പിംഗിന്റെ ഫെസിലിറ്റീസുകൾ എന്തൊക്കെയാണ്, അതിനാവശ്യമായിട്ടുള്ള സ്പേസ് റിക്വയർമെന്റുകൾ, പോയിന്റ്സുകൾ വായിച്ച് നിങ്ങളുടേതായ രീതിയിൽ മനസ്സിലാക്കി വായിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് ഫങ്ഷൻസ് ആണ്. മെയിൻ ആയിട്ട് നമ്മള് 7 ഫങ്ഷൻസ് ആണ് പറഞ്ഞത് അല്ലേ? അപ്പൊ ഞാൻ പ്രത്യേകം പറഞ്ഞു ആ പേരുകൾ മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. ഉള്ളിലുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. നമ്മള് മെയിൻ ആയിട്ട് പേരുകൾ നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഡെയിലി ക്ലീനിങ്, പീരിയോഡിക് ക്ലീനിങ്, then trash and garbage removal, discharge cleaning, then exterminating bugs and pests, preventing spread of infections and ensuring conditions for good patient care, watering indoor plants. Okay, 7 functions ആണ്. ഈ 7 ഹെഡ്ലൈൻസ് പഠിച്ചിരിക്കണം. അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ഉള്ളിലുള്ളത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിയത് ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ് അല്ലെ? മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു
2 ടൈപ്സ് ഹൗസ് കീപ്പിംഗ് ആണുള്ളത്. ഇൻ സോഴ്സ് അല്ലെങ്കിൽ ഇൻ ഹൗസ് സർവീസ് ഉണ്ട്, അതുപോലെ ഔട്ട് സോഴ്സിംഗ് സർവീസസ്. ഓക്കെ, അപ്പോ ടേബിൾ ആണ് നമ്മൾ പഠിച്ചത്. ഇൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ ഉള്ള സ്റ്റാഫുകളെ വെച്ച് തന്നെ ചെയ്യുന്ന സേവനങ്ങളാണ്. ഔട്ട് സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്ത് ഒരു കോൺട്രാക്ട് കരാർ ബേസിസിന് കൊടുക്കുന്നതാണ്. സോ ടേബിളില് ഇൻ ഹൗസ് സർവീസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഔട്ട് സോഴ്സ് സർവീസസിന്റെ അല്ലെ ഒറ്റ നാട്ടത്തിൽ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഔട്ട് സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുറമേന്നുള്ളത് അല്ലെങ്കിൽ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? കോൺട്രാക്ടർ ആണ് അല്ലെ. ആ സ്റ്റാഫുകളെ നിയമിക്കുന്നു, ആ സ്റ്റാഫുകളൊന്നും പെർമനന്റ് അല്ല, അവർ ഇത്ര കരാർ ബേസിസില് കോൺട്രാക്ട് ബേസിസിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കണം. എക്സാമിന് ചിലപ്പോൾ കുറച്ച് പോയിന്റുകൾ തന്നിട്ട് ഏത് ടൈപ്പാണ് ഹൗസ് കീപ്പിംഗ് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് പഠിച്ചു പോവുക കേട്ടോ, മനസ്സിലാക്കി പഠിക്കുക നിങ്ങള്. ദെൻ നമ്മൾ നോക്കിയത് ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ്. ഒരു നല്ലൊരു ഹൗസ് കീപ്പിംഗിന് ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് അല്ലെ. അപ്പൊ ഫലങ്ങൾ പോയിന്റ് ആണ്, പോയിന്റ് ആയിട്ട് തന്നെ പഠിച്ചിരിക്കുക. ദെൻ ചെക്ക് ലിസ്റ്റ്. എന്താണ് ചെക്ക് ലിസ്റ്റ്? ചെറിയൊരു ഇത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ, അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മള് ഹൗസ് കീപ്പേഴ്സ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. ദെൻ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് അല്ലെങ്കിൽ ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂംസ് അല്ലെ. പേഷ്യന്റ് റൂംസിൽ എങ്ങനെയൊക്കെയാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹൗസ് കീപ്പിംഗ് ക്ലീനിങ് വരുന്നത്, അതുപോലെ പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ്, ടെർമിനൽ ക്ലീനിങ്, അത് ജസ്റ്റ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ദെൻ ഡെയിലി ഹൗസ് കീപ്പിംഗ്. ദെൻ പ്രോപ്പർട്ടീസ് ഒരു ഐഡിയൽ ഡിസ്ഇൻഫെക്റ്റിന് വേണ്ടി പ്രോപ്പർട്ടീസ് കുറച്ച് കൂടുതൽ പോയിന്റ് ഉണ്ട്. അത്യാവശ്യം പഠിക്കാൻ പറ്റുന്ന അത്രയും മാക്സിമം ബൈ ഹാർട്ട് ചെയ്യാതെ മനസ്സിലാക്കി പഠിച്ചു വെക്കാം. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മൾ ഇന്ന് എടുത്ത ചലഞ്ചസ്, ഇത് ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിക്കണം. എക്സാമിന് ഷുവർ ആയിട്ടും ചിലപ്പോൾ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഹൗസ് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞൊരു ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി ആയിട്ട് കാണുന്നതിനാൽ തന്നെ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട്. സോ അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞത് ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന്. അപ്പൊ അദ്ദേഹം ചെയ്യുന്ന ഡെയിലി ചെയ്യുന്ന പ്രവർത്തനങ്ങളും ദെൻ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ്സുകൾ. അതൊന്നും നിങ്ങളുടേതായ രീതിയിൽ വായിച്ച് മനസ്സിലാക്കി കൊണ്ടുവരിക. ഓക്കെ, ഇത്രയുമാണ് ഹൗസ് കീപ്പിംഗ് എന്നുള്ളൊരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വരുന്നത്. ചാപ്റ്റർ ഓക്കെ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ, വലിയ ബുദ്ധിമുട്ടില്ലാണ്ടാണ് നമ്മൾ അത് ചാപ്റ്ററിലേക്ക് പോയത് ആണോ? ലോണ്ടറി ക്ലീനിങ് സർവീസ് ഒക്കെ പോലെ തന്നെ അത്യാവശ്യം നമ്മളുടെ എന്താ പറയാ ലൈഫായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. സോ ഇവിടെ ഹോസ്പിറ്റലിൽ വരുന്ന ക്ലീനിങ് ആണ് നമ്മളുടേതായിട്ടുള്ളതും കൂടി റിലേറ്റ് ചെയ്തിട്ടുണ്ടാണ് നമ്മൾ പറഞ്ഞു പോയത്. ഓക്കെ, അപ്പൊ ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പഠിക്കുക. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി, അപ്പൊ അത് പഠിച്ചിരിക്കണം കേട്ടോ. ദെൻ ഇനി നിങ്ങൾക്ക് എടുക്കാനുള്ളത് ഒരു ചാപ്റ്ററും കൂടിയാണ് പെൻഡിങ് ഉണ്ടായിരുന്നത് ആണോ? ഒരു ചാപ്റ്ററും കൂടിയല്ലേ ഇനിയുള്ളൂ. ഓക്കെ, ബേസിക് ഓഫ് കമ്പ്യൂട്ടർ എടുത്തുകൊണ്ടിരിക്കണല്ലേ ഇപ്പൊ ടീച്ചർ? ശരി, മാം എടുത്തുകൊണ്ടിരിക്കണോ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ? എടുത്തുകൊണ്ടിരിക്കണല്ലേ? ഓക്കെ, സ്റ്റാർട്ടിങ് ആയിട്ടുള്ളോ? എത്ര പേജസ് ആയി? സ്റ്റാർട്ട് ചെയ്തില്ലേ ചാപ്റ്റർ? സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, 2 പേജസ് എടുത്തു. ഓക്കെ, അപ്പോ ഇനി ആ ഒരു ബേസിക് ഓഫ് കമ്പ്യൂട്ടർ കൂടാതെ വരുന്ന ഒരു ചാപ്റ്റർ ആണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ആണോ? ഈ ചാപ്റ്റർ എടുത്തിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പോ ഇനി നമുക്ക് എടുക്കാനുള്ള ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പോ ഇനി ഈ ഒരു ചാപ്റ്റർ കൂടിയുള്ളൂ. ഇത് ഞാനും രമ്യ മിസ്സും കൂടി ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ, 2 ടീച്ചേഴ്സ് ചേർന്നിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ പോർഷൻസ് കവർ ചെയ്യണം. ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ, 2 ടീച്ചേഴ്സും കൂടി ചേർന്നായിരിക്കും ഷെയർ ചെയ്തിട്ടാണ് ഈ ഒരു ചാപ്റ്റർ എടുക്കുന്നത്. ഓക്കെ, അപ്പോ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മള് ഈ ഒരു കോഴ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോ തുടങ്ങി
നമ്മൾ ഓരോ മൊഡ്യൂൾ വൈസ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് എത്തി, ലാസ്റ്റ് ചാപ്റ്റേഴ്സുകളിലോട്ട് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോ നമ്മള് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളുകളിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റുകളാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലില് ICU, വാർഡ്, ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ് അല്ലെ, ലേബർ റൂം, വെന്റിലേറ്റർ, ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ, എന്നിങ്ങനെയുള്ള ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചും അതിനെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടുത്തെ പ്രത്യേകതകൾ എന്നൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂൾസിൽ പഠിച്ചത്. ദെൻ തേർഡ് ഫോർത്ത് മോഡ്യൂൾ വന്നപ്പോൾ നമ്മൾ കുറച്ചുകൂടി കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അതായത് ക്ലിനിക്കൽ ഭാഗത്ത് നിന്നും വിട്ട് കുറച്ചുകൂടി നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഏരിയകളെ കുറിച്ച് പഠിച്ചു അല്ലെ. ബയോമെഡിക്കൽ വേസ്റ്റ്, ലോണ്ടറി ലിനൻ, ദെൻ ഇപ്പൊ നമ്മളെടുത്ത ഹൗസ് കീപ്പിംഗ്, മെഡിക്കൽ ഗ്യാസ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെ, കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് എടുത്തത്. അതിൽ തന്നെ കുറച്ചുകൂടി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഫ്രണ്ട് ഓഫീസ്, മോണിറ്ററിങ് ഇല്ലേ, പഠിച്ചോ? നിങ്ങളല്ലേ പഠിച്ചത് ആണോ? ഓക്കെ. അപ്പോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്, അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ്. എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഡ്മിനിസ്ട്രേഷൻ എന്താ? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഭരണപരമായിട്ടുള്ളത് അല്ലെ. അതായത് ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഒന്ന് ഏകോപിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. സോ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അവര് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കൈകാര്യം ചെയ്യണോ? യെസ് ഓർ നോ? അല്ലെ, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിന് മാത്രമല്ലല്ലോ അവർ ചെയ്യേണ്ടത്, മറിച്ച് ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കൈകാര്യം ചെയ്യണം. സോ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ചികിത്സാപരമായിട്ടുള്ളതും അല്ലാത്തതും നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ളതും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കൺട്രോൾ ചെയ്യുകയും അവരുടെ കാര്യങ്ങളെ എന്താ പറയാ ഒന്ന് ലീഡ് ചെയ്യുകയും ചെയ്തതാണ് അഡ്മിനിസ്ട്രേഷന്റെ ചുമതല എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം കേട്ടോ. നോക്കാം, ഫസ്റ്റ് പാരഗ്രാഫ് ആണ് വായിക്കുന്നത്, ശ്രദ്ധിക്കാം. Non-clinical jobs are necessary for multitude of department in hospital or healthcare center. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ സെന്ററിലോ ഒട്ടനവധി ആയിട്ടുള്ള എന്താണ് നോൺ ക്ലിനിക്കൽ ജോബ്സുകൾ ആവശ്യമാണ്. എന്താ നോൺ ക്ലിനിക്കൽ ജോബ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിലെ നോൺ ക്ലിനിക്കൽ ജോബ്സിൽ വരുന്നത്? ട്രീറ്റ്മെന്റ് ബേസിസ് അല്ലാതെ വരുന്ന ജോബുകൾ ഏതൊക്കെയാണ്? പെട്ടെന്ന് കമന്റ് ചെയ്ത് നിങ്ങളുടെ ഐഡിയയില എന്തൊക്കെയാണ് നോൺ ക്ലിനിക്കൽ ജോബ്സ് ഹോസ്പിറ്റലിലെ? ഒന്നുമില്ല ജോബ്. നോൺ ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ക്ലിനിക്കൽ ചികിത്സാപരമായിട്ടുള്ളതല്ല, അല്ലാതെ വരുന്നത് എന്തൊക്കെയാണ് ജോബുകള്? എത്ര സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്? റിസപ്ഷനിസ്റ്റ്, ഫിനാൻഷ്യൽ. ഓക്കെ, PDF വായിച്ചോ? PDF നോക്കണ്ട കേട്ടോ, നിങ്ങളുടേതായ അഭിപ്രായങ്ങളാണ് ഞാൻ ചോദിച്ചത്. തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കൊള്ളട്ടെ, കുഴപ്പമില്ല, നിങ്ങൾക്കുള്ള ചാൻസ് ആണ്. റിസപ്ഷൻ ഓക്കെ. വേറെ എന്തൊക്കെയാണ് ക്ലിനിക്കൽ ജോബ്സിൽ വരുന്നത്? നോൺ ക്ലിനിക്കല് നിങ്ങൾ ചികിത്സാപരമല്ലാത്ത രീതികളൊന്നും ആലോചിച്ചേ. PRO പറയാം. വേറെ എന്തൊക്കെയുണ്ട്? HR, ഹ്യൂമൻ ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ്. അത്രേ ഉള്ളൂ ക്ലിനിക്കില്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞൂടെ? ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റങ്ങൾ പറയാം. പിന്നെ എന്തൊക്കെയാണ്? സെക്യൂരിറ്റി പറഞ്ഞൂടെ? കഫ്റ്റീരിയ അല്ലെ, ലോണ്ടറി ആൻഡ് ലിനൻ, ഹൗസ് കീപ്പിംഗ്, ഇതെല്ലാം എന്താണ്? നോൺ ക്ലിനിക്കൽ ആണ്. ഇപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയി തോന്നുന്നു അല്ലെ? ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ആണോ? ഇപ്പോഴാണോ മനസ്സിലായത് നോൺ ക്ലിനിക്കൽ എന്താണെന്ന്? ഞാൻ കുറച്ച് എക്സാമ്പിൾ കിട്ടപ്പോ ആണോ? ഓക്കെ, എനിക്ക് തോന്നി, അതുകൊണ്ടാണ് കുറച്ച് കമന്റ്സുകൾ വരാനായിട്ട് ലേറ്റ് ആയത് അല്ലെ? ഓക്കെ, അപ്പൊ നോൺ ക്ലിനിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് ചികിത്സാപരമായിട്ടുള്ളതല്ല, ക്ലിനിക്കൽ പരമല്ലാത്ത. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ തന്നെ പലതോരം സ്റ്റാഫുകളാണ് വർക്ക് ചെയ്യുന്നത്. നഴ്സുമാര് മാത്രമാണ് വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലില് ആണോ? ടെക്നീഷ്യന്മാരുണ്ട് അല്ലെ? ദെൻ സെക്യൂരിറ്റികളുണ്ട്, ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ക്ലീനിങ്ങിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്,
വേസ്റ്റ് മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അല്ലെ. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സെക്ഷനിൽ വർക്ക് ചെയ്യുന്നവര് ഒട്ടനവധി ഒരു ഹോസ്പിറ്റലിലുണ്ട്. The administrative roles could see you working in different departments in hospital. So അഡ്മിനിസ്ട്രേറ്റീവിന്റെ റോളുകള് ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും നയിക്കുന്നു. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി സ്റ്റാഫുകളുണ്ട്. സോ ഇവരെല്ലാം അഡ്മിനിസ്ട്രേറ്റീവും ഒരു മേൽനോട്ടം വഹിക്കുന്നു. ഓക്കെ, ഇനിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. Hospital administrator play an important role in overseeing the operations and management of healthcare facility. അല്ലെ, അതായത് ഹോസ്പിറ്റലിലെ സൗകര്യങ്ങളും പ്രവർത്തനങ്ങളിലും മേൽനോട്ടം വഹിക്കുന്നതിൽ പ്രധാനമായിട്ടുള്ള ഓവർസീയിങ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മേൽനോട്ടം വഹിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. The responsibilities typically consist of എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റീസ് എന്നാണ് ഇനി പറയുന്നത്. പ്രധാനമായിട്ടും 10 റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മളോട് പറയുന്നത്. 11 ഉണ്ട്, 11 നമ്മൾ കിട്ടിയേക്കാം. ഇത് കൺക്ലൂഡ് ചെയ്യണ്ടോ? ഇത് 10 റെസ്പോൺസിബിലിറ്റീസിനെ കൺക്ലൂഡ് ചെയ്യുന്നതാണ് ഈ പറയുന്നത്. അതവിടെ 11th പോയിന്റ് ആക്കി തന്നിരിക്കുകയാണ്. 11th പോയിന്റ് നമ്മൾ കിട്ടിയേക്കാം. 11th എന്നുള്ളത് വെട്ടാട്ടോ, പോയിന്റ് അല്ല, 11th എഴുതിക്കുന്നത് വെട്ടിയേക്കും. ഓക്കെ, അപ്പോ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്തൊക്കെയായിരിക്കും? അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടേതായിട്ടുള്ള പോയിന്റ്സുകൾ കമന്റ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നിങ്ങൾ നോക്കണ്ട. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യണം? എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടത്? ആലോചിച്ച് നോക്കൂ. നമ്മളൊരു ഹോസ്പിറ്റലില് ഡിസിഷൻസ് മേക്കിംഗ് അല്ലെ, തീരുമാനങ്ങൾ എടുക്കാം, നടപടികളൊക്കെ എടുക്കാം. അല്ലെ, വേറെ എന്തൊക്കെയുണ്ട്? നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാട്ടോ. കാരണം നിങ്ങൾ തെറ്റിപ്പോകുന്നു പലരും വിചാരിക്കും. ഞാനിപ്പോ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മിസ്റ്റേക്ക് ആയി പോയാലോ, അങ്ങനെ വിചാരിക്കണ്ട, കുഴപ്പമില്ല. നിങ്ങളുടേതായിട്ടുള്ള ഐഡിയകളാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. തീരുമാനം മാത്രം എടുത്ത് ഇരുന്നാൽ മതിയോ? വേറെ എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ചെയ്യുന്നത്? സാമ്പത്തിക ഇടപാടുകൾ നടത്തണ്ടേ? ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. വേറെ എന്തൊക്കെയാണ്? ഇത്ര ഒരു ഡ്യൂട്ടിയും ഇല്ല, അഡ്മിനിസ്ട്രേറ്റർ വെറുതെ ചുമ്മാ ഇരുന്നാൽ മതി ഹോസ്പിറ്റലില്, അങ്ങനെയാണോ? അങ്ങനെയാണോ? നോക്കാം, നമ്മുടെ പോയിന്റിലേക്ക് വരാം. നിങ്ങൾക്ക് യാതൊരു ഐഡിയ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോ റെസ്പോൺസിബിലിറ്റീസ് മെയിൻ ആയിട്ട് 10 റെസ്പോൺസിബിലിറ്റീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് തന്നെ ആ 10 റെസ്പോൺസിബിലിറ്റീസിന്റെ പേര് നമുക്ക് നോക്കാം. ഡേ ടു ഡേ ഫങ്ഷൻസ്. ഓക്കെ, നോക്കാം. ഇനി നമുക്ക് വായിക്കാം കേട്ടോ. ഫസ്റ്റ് വൺ 10 റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് വായിക്കാം. ദെൻ അവ ഓരോന്നിലും എന്തൊക്കെ കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ സ്ട്രാറ്റജിക് പ്ലാനിങ്. സെക്കൻഡ് വൺ financial management. Third one, policy development and implementations. Fourth one, human resource management. Fifth one, facilities and equipment management. Sixth, quality assurance and patient safety. Then seventh, community relations. Eighth one, risk management. Ninth, information management. Then last one, collaboration and leadership. ഓക്കെ, ഇത്രയുമാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഓരോ റെസ്പോൺസിബിലിറ്റീസിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ്ങിലാണെങ്കിൽ എന്തെല്ലാം ആസൂത്രണങ്ങൾ ചെയ്യണം അല്ലെ? ഫിനാൻഷ്യൽ ആണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് മേൽനോട്ടം വഹിക്കേണ്ടത്? ഓരോ റെസ്പോൺസിബിലിറ്റീസിലും അതിന്റെ ഉള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ പഠിക്കുമ്പോൾ ഈ 10 റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് പഠിക്കാം.
ഡാർക്കൻ ചെയ്ത് എഴുതിയിട്ടുണ്ടല്ലോ. സ്ട്രാറ്റജിക് പ്ലാനിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അത് 10 എണ്ണം ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കാം. ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അത്യാവശ്യം വായിച്ചാലും മനസ്സിലാകുന്ന വളരെ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള മനസ്സൊന്നുമല്ല. ഓക്കെ, അപ്പോ എന്താണ് കൃത്യമായിട്ടും ആ 10 പോയിന്റുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഉള്ളിലുള്ളത് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? 10 ഫങ്ഷൻസ്, ആ മെയിൻ പോയിന്റുകൾ, അതായത് ഡാർക്കൻ ചെയ്തിരിക്കുന്നത് പഠിക്കാം. ഉള്ളിലുള്ളത് വിട്ടേക്കാനല്ല ഞാൻ പറയുന്നത്, വായിക്കണം. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, നമുക്ക് ഓരോ പോയിന്റും വായിക്കാം, ശ്രദ്ധിക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, സ്ട്രാറ്റജിക് പ്ലാനിങ്. എന്താ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്? തന്ത്രപരമായിട്ടുള്ള ആസൂത്രണങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക, അല്ലെ? പ്ലാനിങ് ചെയ്യുക. എന്തൊക്കെയാണെന്ന് നോക്കാം. Hospital administrators are accountable for developing long-term strategies and goals for the hospital. അതായത് എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അക്കൗണ്ടബിൾ, അവരുടെ ഉത്തരവാദിത്തമാണെന്ന് എന്ത്? ഡെവലപ്പിംഗ് ലോങ് ടേം സ്ട്രാറ്റജീസ്, നീണ്ട കാലയളവിലേക്കുള്ള പുതിയ പുതിയ പ്ലാനുകൾ, തന്ത്രപരമായിട്ടുള്ള പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുക. ആൻഡ് ഗോൾസ് ഫോർ ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് നീണ്ട കാലയളവിലുള്ള ലോങ് ടേം ആയിട്ടുള്ള പുതിയ പുതിയ സ്ട്രാറ്റജീസുകൾ അല്ലെങ്കിൽ ആസൂത്രണപരമായിട്ടുള്ള തന്ത്രങ്ങൾ പ്ലാൻ ചെയ്യുക. Then this consists of, എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ? കൺസിസ്റ്റ് ഓഫ് അനലൈസിങ് മാർക്കറ്റ് ട്രെൻഡ്സ്, പുതിയ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, ട്രെൻഡ്സുകൾ കൊണ്ടുവരിക. ഐഡന്റിഫൈയിങ് ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ്, ഏതെല്ലാം ഏരിയകളിലാണ് പോരായ്മകൾ ഉള്ളത്, അല്ലെ? ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടത് ഏതെല്ലാം ഏരിയകളിലാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. Then devising plans to improve the hospital services and operations, അല്ലെ? ഡിവൈസിംഗ് പ്ലാൻസ് മീൻസ് ഡിവൈസിംഗ് തിരിച്ചറിയുക എന്നുള്ള മീനിങ് തന്നെയാണ്. ഹോസ്പിറ്റലിന്റെ സേവനങ്ങളിലെയും പ്രവർത്തനങ്ങളിലെയും ഇംപ്രൂവ് വർദ്ധിക്കേണ്ട ഏരിയകൾ തിരിച്ചറിയുക, അതിനു വേണ്ടിയിട്ട് ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ കൊണ്ടുവരിക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്, സ്ട്രാറ്റജിക് പ്ലാനിങ്. ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിക്കാൻ, അതിൻ്റെ ഉള്ളിലുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ പ്ലാനിങ്ങുകൾ തയ്യാറാക്കുക. പോരായ്മകളിടത്താണെങ്കിൽ അത് ഏതാണെന്ന് തിരിച്ചറിയുക, പുതിയ മാർക്കറ്റ് തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുക. ദെൻ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും പുരോഗതി വരുത്താനുണ്ടെങ്കിൽ അവിടെ കുറച്ച് പുരോഗതിക്കായിട്ടുള്ള പ്ലാനിങ്സുകൾ കൊണ്ടുവരിക. ഓക്കെ, അതാണ് ഒന്നാമത്തെ സ്ട്രാറ്റജിക് പ്ലാനിങ്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ, 2 പോയിന്റ് വെച്ച് പറയാം, എന്നിട്ട് നിങ്ങൾ 2 പോയിന്റ് വായിക്കാം. നെക്സ്റ്റ് നമുക്ക് അടുത്ത 2 പോയിന്റ് പറയാം. ഓക്കെ ഓക്കെ, അങ്ങനെ മതിയില്ലേ? അല്ലെങ്കിൽ ഒരുമിച്ച് ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായി പോകും, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. 2 പോയിന്റ് വെച്ച് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അല്ലെ? സാമ്പത്തികമായിട്ടുള്ള മാനേജ്മെന്റ്സുകൾ ചെയ്യുക. Administrators supervise the hospital's budgeting and financial operation, അല്ലെ? അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റ്, വരവ് ചെലവ് കണക്കുകളൊക്കെ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യുക? അഡ്മിനിസ്ട്രേറ്റേഴ്സ് സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക. Then they work keenly with, keenly എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീക്ഷ്ണമായിട്ട്, they work keenly with the finance teams to monitor revenue, അല്ലെ? ഫിനാൻസ് ടീമായിട്ട് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. Then മോണിറ്റർ റവന്യൂ, വരുമാനം നിരീക്ഷിക്കുക. ഹോസ്പിറ്റലിലേക്ക് വരുന്ന വരുമാനം എത്രത്തോളം ഉണ്ടെന്ന് നിരീക്ഷിക്കുക. കൺട്രോൾ എക്സ്പെൻസ്, അല്ലെ? എക്സ്പെൻസിന് എന്ന് വെച്ചിട്ടുള്ളതാണ് ചിലവുകൾ കൺട്രോൾ ചെയ്യുക. മാക്സിമം അതൊക്കെ ഓരോ നമ്മളുടെ വരവിനനുസരിച്ചിട്ടുള്ള ചിലവുകളൊക്കെ വരുത്തുക, കൺട്രോൾ ചെയ്യുക. ഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സസ് ഇൻ ആൻ ഇഫക്റ്റീവ് മാനർ, റിസോഴ്സുകൾ ഇഫക്റ്റീവായിട്ട് കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കുക. Then ensure financial firmness of the organization. In the financial firmness എന്ന് വെച്ചാൽ ദൃഢത, സാമ്പത്തിക ദൃഢത സംഘടനയ്ക്ക് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ ഉറപ്പുവരുത്തുക. അതായത് വരുമാനം കിട്ടുന്നതിനേക്കാളും ഡബിൾ ചെലവ് വരുത്താത്ത രീതിയിൽ വരുമാനവും ചിലവും തമ്മിലൊക്കെ ഒരു കൺട്രോൾ ചെയ്തിട്ട് പോവുക. ഓക്കെ, ഇതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് പറയുന്നത്. ഇനി ഫസ്റ്റ് 2 പോയിന്റുകൾ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സ്ട്രാറ്റജിക് പ്ലാനിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വായിക്കുക,
മനസ്സിലാക്കി വായിക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത 2 പോയിന്റിലേക്ക് പോകാം. രണ്ട് പോയിന്റ് ആണ് കേട്ടോ, 1ഉം 2ഉം. ഓക്കെ, ഫസ്റ്റ് 2 പോയിന്റ് കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ ആണോ? ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. പോളിസികളൊക്കെ ഡെവലപ്മെന്റ് ചെയ്യുക, അതുപോലെ അത് നടപ്പിലാക്കുക, നയങ്ങളും നിയമങ്ങളൊക്കെ. Hospital administrators set up policies and procedures to conduct the operations of facility. അല്ലെ, അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യുക? പോളിസീസ്, നിയമങ്ങളും നടപടികളൊക്കെ സ്വീകരിക്കുക. ടു കണ്ടക്ട് ദ ഓപ്പറേഷൻസ് ഓഫ് ഫെസിലിറ്റി, സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ പുതിയ ഡെവലപ്മെന്റുകളൊക്കെ കൊണ്ടുവരികയാണ്. They ensure compliance with legal and regulatory needs. അല്ലെ, അതായത് ലീഗൽ ആയിട്ടുള്ള നിയമവും അതുപോലെ തന്നെ എന്താണ് ലീഗലായിട്ടും നിയന്ത്രണപരമായിട്ടുള്ള റെഗുലേറ്ററി ആവശ്യമായിട്ടുള്ള നീഡുകൾ, ആവശ്യങ്ങൾ ഉറപ്പുവരുത്തുക. ഇപ്പോ പേഷ്യൻസിനും സ്റ്റാഫുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള സുരക്ഷകളും മറ്റും നടപ്പിലാക്കുക, ഉറപ്പുവരുത്തുക. Then encourage patient safety, പേഷ്യൻസിന്റെ സേഫ്റ്റി, സുരക്ഷ ഉറപ്പുവരുത്തുക. And maintain ethical standards within the hospital. Ethical standard, ethical എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തിക്കൽ ആൻഡ് ലീഗൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തതല്ലേ? ആണോ? നമ്മൾ പഠിച്ചില്ലേ അതിനകത്ത്? എത്തിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ധാർമ്മികത, അല്ലെ? ഒരു ധാർമ്മികപരമായിട്ടുള്ള ഒരു നിലവാരം ഹോസ്പിറ്റലില് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇതാണ് പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻസിൽ പറയുന്നത്. ഹോസ്പിറ്റൽ എന്ത് ചെയ്യുക? പോളിസീസ് കൊണ്ടുവരിക, അത് നടപ്പിലാക്കുക. ഓപ്പറേഷൻ ഓഫ് ഫെസിലിറ്റി, ഹോസ്പിറ്റലിന്റെ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ പുതിയ പോളിസികൾ ഡെവലപ്പ് ചെയ്യുക. ദെൻ ലീഗൽ ആൻഡ് റെഗുലേറ്ററി നീഡ്സ്, നിയമപരവും അല്ലെങ്കിൽ നിയന്ത്രണപരമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നടപ്പിലാക്കുക. പേഷ്യന്റിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക. ദെൻ ഒരു ധാർമ്മികമായിട്ടുള്ള നിലവാരം ഹോസ്പിറ്റലിൽ പുലർത്തുക. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ആണ് നമ്മൾ വായിച്ചത്, പോളിസി ഡെവലപ്മെന്റ്. ഇനി നാലാമത്തെ പോയിന്റ് നോക്കാം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അല്ലെ, HR എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവരുടെ റോള് വരുന്നത്? എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ? ഒരു മേൽനോട്ടം വഹിക്കലാണ് അവിടെ, അല്ലെ? നോക്കാം, അഡ്മിനിസ്ട്രേറ്റേഴ്സ് സൂപ്പർവൈസ് ദ റിക്വയർമെന്റ്, ഹയറിംഗ് ആൻഡ് ട്രെയിനിങ് ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സ്. അല്ലെ, അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യണം? സൂപ്പർവൈസ് റിക്വയർമെന്റ്, അല്ലെ? സ്റ്റാഫുകളുടെയും മറ്റും ആവശ്യങ്ങള് സൂപ്പർവൈസ് ചെയ്യുക. ഹയറിംഗ്, അല്ലെ? അതായത് നിയമിക്കുക, സ്റ്റാഫുകളെയൊക്കെ നിയമിക്കുക. ദെൻ ട്രെയിനിങ് സ്റ്റാഫ് മെമ്പേഴ്സ്, സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്സ് കൊടുക്കുക. Then they produce and maintain a positive work environment. സ്റ്റാഫുകൾക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ഇംപ്ലിമെന്റ് പെർഫോമൻസ് എസ്റ്റിമേഷൻ സിസ്റ്റം, അല്ലെ? അതായത് പ്രകടനങ്ങൾ വിലയിരുത്തുക, സ്റ്റാഫുകളുടെ പ്രകടനങ്ങൾ വിലയിരുത്തുക. ഇംപ്ലിമെന്റ് മീൻസ് നടപ്പാക്കുക. ഹാൻഡിൽ എംപ്ലോയി റിലേഷൻസ്, സ്റ്റാഫുകൾ തമ്മിലുള്ള റിലേഷൻസ് ഹാൻഡിൽ ചെയ്യുക. അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാഫുകൾ തമ്മിൽ ഒരു കോർഡിനേറ്റ് ആയിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അതൊന്ന് ഹാൻഡിൽ ചെയ്യുക. Then address staffing requirements,
to ensure adequate coverage and optimal staffing levels. സ്റ്റാഫുകളുടെ റിക്വയർമെന്റ്സ് അഡ്രസ് ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് മനസ്സിലാക്കുക. ടു എൻഷുവർ ആഡിക്വേറ്റ് കവറേജ് മീൻസ് അത് ഉറപ്പുവരുത്തുകയാണ്, കവറേജ് ചെയ്യുകയാണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് നടത്തി കൊടുക്കുക. ആൻഡ് ഒപ്റ്റിമൽ സ്റ്റാഫിംഗ് ലെവൽസ്. എന്താ സ്റ്റാഫിംഗ് ലെവൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്? സ്റ്റാഫിംഗ് ലെവൽസ് അതായത് ആവശ്യത്തിനുള്ള സ്റ്റാഫുകളെ നിയമിക്കുക. ഓക്കെ, ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, സ്റ്റാഫുകളെ നിയമിക്കുക, അവർക്ക് ട്രെയിനിങ്സ് കൊടുക്കുക, പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക, ദെൻ എംപ്ലോയീസിന്റെ റിലേഷൻസ് ഹാൻഡിൽ ചെയ്യുക, സ്റ്റാഫുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് കവറേജ് ചെയ്യുക, ദെൻ ഓപ്റ്റിമൽ സ്റ്റാഫിംഗ് ലെവൽസ് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകൾ നിയോഗിക്കുക. ക്ലിയർ ആണോ? നാലാമത്തെ പോയിന്റ്. ഓക്കെ, 3ഉം 4ഉം പോയിന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ തന്നെ പറയാൻ പറ്റുള്ളൂ, വേറെ എക്സ്ട്രാ ഒന്നും ഞാൻ പറയുന്നില്ല, പോയിന്റ് ഔട്ട് ചെയ്ത് തന്നിരിക്കുകയാണ്. ഓക്കെ, 3ഉം 4ഉം വായിക്കുക കേട്ടോ. പോയിന്റ് മനസ്സിലാക്കി വായിച്ചാൽ മതി. നമ്മൾ ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അത് ഇത്തിരി ടഫ് ആയിട്ട് തോന്നുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, വായിച്ച് മനസ്സിലാക്കാം. കംപ്ലീറ്റ് ചെയ്തോ? 4th പോയിന്റ് 5th പോയിന്റും വായിച്ചോ? 4ഉം 5ഉം ഹ്യൂമൻ റിസോഴ്സും ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ്. ഇനി നെക്സ്റ്റ് ക്ലാസ് മീൻസ് കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ കൂടി ടീച്ചർ അതിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നത്. ദെൻ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ബ്രേക്ക് വേണോ? 5 minutes അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യണോ? 5 minutes ബ്രേക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു 5 minutes ബ്രേക്ക് എടുക്കുക കേട്ടോ. കാരണം കണ്ടിന്യൂസ് എടുക്കുമ്പോൾ കുറച്ച് ചിലപ്പോ ബോറിംഗ് ഇച്ചിരി ഉറക്കമൊക്കെ വരുന്നുണ്ടാകാം. ബ്രേക്ക് വേണോ? കുറച്ച് പേർക്ക് വേണമെന്ന് തോന്നുന്നു. എങ്ങനെയാ, ബ്രേക്ക് വേണോ വേണ്ടയോ? അധികം കൊടുക്കണില്ല, വേണം. ഓക്കെ, ഒരു 5 minutes ഞാൻ ബ്രേക്ക് തരാം, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരും പോകരുത് കേട്ടോ, ക്ലാസ് ഉണ്ട്, അരമണിക്കൂറിൽ ഒരു ക്ലാസ് ഉണ്ടാകും. ഇപ്പോ 32 അല്ലെ, 2:32 ആയിട്ടുണ്ട്. ഒരു 8 വരെ. ഓക്കെ, 2:38, 5 minutes എടുത്തോളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആയിട്ടൊക്കെ വരൂ.
ഓക്കെ, 5 minutes ആയില്ലേ? കറക്റ്റ് 5 minutes ആയിട്ടോ. അപ്പൊ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാലോ. അപ്പൊ 4th പോയിന്റ് വരെയാണ് നമ്മൾ നോക്കിയത്. ഇനി നെക്സ്റ്റ് വൺ ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ് അല്ലെ. എക്യുപ്മെന്റ് മാനേജ്മെന്റും മറ്റ് സൗകര്യങ്ങളും ചെയ്യുന്നതിൽ administrators are accountable for maintaining hospital physical infrastructure. ഭൗതികപരമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉത്തരവാദിത്തമുണ്ട്. എക്യുപ്മെന്റ്സുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതുപോലെ തന്നെ ടെക്നോളജി നമ്മുടെ സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനും അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഉത്തരവാദിത്തമുണ്ട്. They supervise maintenance, upgrade and renovations to ensure safe and efficient environment for patient, staff and visitors. പേഷ്യന്റിനും സ്റ്റാഫിനും അതുപോലെ തന്നെ വിസിറ്റേഴ്സിനും വേണ്ടിയിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, സുരക്ഷിതമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉറപ്പുവരുത്തുക എന്നുള്ളൊരു ഉത്തരവാദിത്തം കൂടി അഡ്മിനിസ്ട്രേറ്റേഴ്സിനുണ്ട്. അതുപോലെ തന്നെ സൂപ്പർവൈസ് ചെയ്യുക, മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യുക, അപ്ഗ്രേഡ്സ് ഒക്കെ ചെയ്യുക. ടെക്നോളജി ഒക്കെ ആകുമ്പോൾ അപ്ഗ്രേഷൻ ഒക്കെ വരാം. സോ അപ്ഗ്രേഡ് ചെയ്യുക. റിനോവേഷൻസ് ഉണ്ടെങ്കിൽ, എന്ത് റിനോവേഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നവീകരണങ്ങൾ, എന്തെങ്കിലും പുതിയ പ്രവർത്തനങ്ങൾ, നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം സൂപ്പർവൈസ് ചെയ്യുക. ഓക്കെ, ഇതാണ് എക്യുപ്മെന്റ് മാനേജ്മെന്റിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ. ഇനി നെക്സ്റ്റ് വൺ നോക്കുന്നത് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ക്വാളിറ്റി അഷുറൻസ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഡീറ്റെയിൽ ആയിട്ടൊരു ചാപ്റ്റർ പഠിച്ചോ? ക്വാളിറ്റി അഷുറൻസ് ലാബ് പഠിച്ചോ? അപ്പോ എന്തൊക്കെയാണ് അവിടെ പഠിച്ചത്? ഹോസ്പിറ്റലിന്റെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള എന്താണ് ക്വാളിറ്റി അല്ലെ, സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള കാര്യങ്ങളാണ്. കുറെ കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിച്ചു. ലാബിന്റെ ഒരു അക്രഡിറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകൾ അല്ലെ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക. Administrators work to make sure that high quality healthcare delivery and patient safety within the hospital. അല്ലെ, അതായത് ഉയർന്ന നിലവാരമുള്ള ഒരു ആരോഗ്യ സംരക്ഷണമായിരിക്കണം നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കേണ്ടത്. പേഷ്യന്റ് സേഫ്റ്റി വിത്തിൻ ദ ഹോസ്പിറ്റൽ, പേഷ്യന്റിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉയർന്ന ഗുണനിലവാരമുള്ള ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസസ് ഡെലിവറി ചെയ്യുക. Then they create and implement quality improvement initiatives. അതായത് എന്താണ്? പുതിയ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്സ്, പുതിയ ഗുണപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ കൊണ്ടുവരിക, അത് നടപ്പിലാക്കുക. Then monitor patient outcomes. പേഷ്യൻസിന്റെ ഔട്ട്കംസ് നിരീക്ഷിക്കുക, അവരുടെ ഫലങ്ങൾ നിരീക്ഷിക്കുക. Then encourage adherence to evidence-based practice and clinical guidelines. എന്റെ അദറൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ പാലിക്കുക. എൻകറേജ് ആൻഡ് അദറൻസ്, അവരെ എൻകറേജ് ചെയ്യുക, അതുപോലെ പാലിക്കുക ആണ്. എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസസ് ആൻഡ് ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ് അല്ലെ, ചികിത്സാപരമായിട്ടുള്ള ഗൈഡ് ലൈൻസുകൾ കൊടുക്കുക, അതുപോലെ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുക. എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് കൊടുക്കണമെന്ന് പേഷ്യൻസിനും മറ്റും. ക്വാളിറ്റി കൊടുക്കുക എന്ന് വെച്ചാൽ വാക്കാൽ പറയുന്ന ഒന്നല്ല, മറിച്ച് അതിന് തെളിവുകളോട് കൂടി എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് വേണം ചെയ്യുവാൻ. എവിഡൻസ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കാം? ഇപ്പോൾ ക്വാളിറ്റി ആയിട്ടുള്ള പരിചരണം കൊടുക്കാനായിട്ട് എന്തൊക്കെ നമുക്ക് എവിഡൻസ് ബേസ്ഡ് കൊടുക്കാം പേഷ്യൻസിനെ സംബന്ധിച്ച്? എന്തൊക്കെയാണ്? ഇപ്പോ എക്യുപ്മെന്റ്സുകൾ, പുതിയ നൂതനമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കാം അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ്, ഇപ്പോൾ അത്യാവശ്യം ഒരു ഡ്രിങ്കിങ് ഫെസിലിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ പുതിയ എന്താണ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസുകൾ കൊടുക്കാം അല്ലെ. അങ്ങനെയുള്ള ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസുകൾ കൊടുക്കുക. ഓക്കെ, ഇതാണ് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റിയിൽ പറയുന്നത്. ഇനി 5ഉം 6ഉം പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. Facilities and equipment management, then quality assurance, patient safety.
ഓക്കെ, വായിച്ചോ? ഫിഫ്ത് പോയിന്റും സിക്സ്ത് പോയിന്റും. നെക്സ്റ്റ് വൺ നോക്കാം, സെവൻത് വൺ, കമ്മ്യൂണിറ്റി റിലേഷൻ. കമ്മ്യൂണിറ്റി റിലേഷൻ അല്ലെ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാണ് അല്ലെ. സോ കമ്മ്യൂണിറ്റി ആയിട്ട്, കമ്മ്യൂണിറ്റി മീൻസ് സൊസൈറ്റി ആയിട്ട് കുറച്ചുകൂടി റിലേറ്റഡ് ആണ്. Hospital administrators play an important role in maintaining a positive relationship with the community. കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. They engage in community outreach programs. അല്ലെ, സൊസൈറ്റിയിലെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ഔട്ട്റീച്ച് പ്രോഗ്രാംസ്, അതായത് അവിടുത്തെ മീൻസ് നമ്മള് പബ്ലിക് അല്ലെങ്കിൽ പേഷ്യൻസും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുകളിൽ, കമ്മ്യൂണിറ്റി പ്രോഗ്രാംസുകളിൽ എൻഗേജ്ഡ് ആണെന്ന് ഹോസ്പിറ്റൽ. Then cooperate with local organizations and assist hospital services to meet healthcare requirements of the community in an effective manner. കോർപ്പറേറ്റ് ചെയ്യുക, ലോക്കൽ ഓർഗനൈസേഷൻ മറ്റു സംഘടനകളുമായിട്ടും കോർപ്പറേറ്റ് ചെയ്തു പോവുക. അതോടൊപ്പം തന്നെ അസിസ്റ്റ് ദ ഹോസ്പിറ്റൽ സർവീസ്, ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളിൽ സഹായിക്കുക. എങ്ങനെയൊക്കെയാണ്? ടു മീറ്റ് ഹെൽത്ത് കെയർ റിക്വയർമെന്റ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഹോസ്പിറ്റലുകാര് ആരോഗ്യ സംരക്ഷണങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അസിസ്റ്റ് ചെയ്യുക പ്രവർത്തനങ്ങളെ. ഇഫക്റ്റീവ് മാനറിൽ കാര്യക്ഷമമായിട്ടാണോ ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്, ആരോഗ്യ സംരക്ഷണം കൊടുക്കുന്നത് എന്നതിൽ ഒന്ന് അസിസ്റ്റ് ചെയ്യുക, ഹെൽപ്പായിട്ട് നിൽക്കുക അഡ്മിനിസ്ട്രേറ്റീവ്സ്. എയ്ത്ത് വൺ, റിസ്ക് മാനേജ്മെന്റ് അല്ലെ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒത്തിരി റിസ്ക് വരുന്നുണ്ട് അല്ലെ. പല പ്രവർത്തനങ്ങളിലും ഏത് ഡിപ്പാർട്ട്മെന്റുകളിലായാലും കുറച്ച് റിസ്കുകൾ ഉണ്ട് അല്ലെ. നമ്മള് ഹൗസ് കീപ്പിംഗിലാണെങ്കിൽ വെല്ലുവിളികൾ, ചലഞ്ചസ് ഉണ്ട്. അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഒത്തിരി ചലഞ്ചസുകൾ നേരിടേണ്ടതായിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷൻസ് ഇവാലുവേറ്റ് ആൻഡ് മാനേജ് റിസ്ക് കണക്റ്റഡ് വിത്ത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അല്ലെ. അതായത് എന്താണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹോസ്പിറ്റലുകളുമായിട്ട്, ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിൽ വരുന്ന റിസ്കുകളായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യണം, മാനേജ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. They execute protocols and policies to minimize the potential risk അല്ലെ. അതിനാൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യുക? പ്രോട്ടോകോൾസുകൾ അല്ലെ, പ്രോട്ടോകോൾസുകൾ പാലിക്കണം. അല്ലെങ്കിൽ പ്രോട്ടോകോൾസുകൾ കൂടുതൽ എന്താണ്, പ്രോട്ടോകോൾസുകളും അതുപോലെ തന്നെ പോളിസീസ്, നടപടികളും കൊണ്ടുവരണം, എക്സിക്യൂട്ട് ചെയ്യണം. എന്തിനു വേണ്ടി? മിനിമൈസ് പൊട്ടൻഷ്യൽ റിസ്ക്, സാധ്യതയുള്ള ചില അപകടങ്ങൾ, സാധ്യതയുള്ള അപകടങ്ങൾ, റിസ്കുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിയമങ്ങളും നടപടികളും കൊണ്ടുവരിക. സൂപ്പർവൈസ് പേഷ്യന്റ് ആൻഡ് എംപ്ലോയി സേഫ്റ്റി മെഷേഴ്സ്, അതുപോലെ തന്നെ പേഷ്യൻസിനും എംപ്ലോയീസിനും സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് എന്താണ്, സുരക്ഷാ മാർഗങ്ങൾ മേൽനോട്ടം വഹിക്കുക. ആൻഡ് ഹാൻഡിൽ ലീഗൽ ആൻഡ് ഇൻഷുറൻസ് മാറ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന നിയമപരമായിട്ടുള്ളതും ഇൻഷുറൻസ് പരമായിട്ടുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് റിസ്ക് മാനേജ്മെന്റിൽ പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് എന്ത് ചെയ്യുക? റിസ്ക്, അതായത് ഹോസ്പിറ്റൽ പ്രവർത്തനമായിട്ട് റിസ്ക് സംബന്ധമായിട്ടുള്ള റിസ്കുകൾ അതിനെ മാനേജ് ചെയ്യുക. പ്രോട്ടോകോൾസും പോളിസീസും നടപടികളൊക്കെ കൊണ്ടുവരിക. എന്തിനു വേണ്ടി? റിസ്കുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി. സൂപ്പർവൈസ് ചെയ്യുക, പേഷ്യന്റിനെയും എംപ്ലോയിനെയും സുരക്ഷാ മെഷറിന് വേണ്ടിയിട്ട് അവരെ സൂപ്പർവൈസ് ചെയ്യുക. ലീഗലായിട്ടും ഇൻഷുറൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, വായിച്ചു നോക്കുക. കമ്മ്യൂണിറ്റി റിലേഷൻസും അതുപോലെ റിസ്ക് മാനേജ്മെന്റും വായിക്കാം കേട്ടോ.
പഠിച്ചോ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഇൻഫോർമേഷൻ മാനേജ്മെന്റ്. Administrators supervise the implementation and maintenance of health information system and electronic medical records. അല്ലെ? അതായത് എന്താണ്? ഹോസ്പിറ്റലുകളിൽ ഇലക്ട്രോണിക് റെക്കോർഡ്സുകളോ ഇൻഫോർമേഷൻ സിസ്റ്റം ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക, അത് മെയിൻ്റെനൻസ് ചെയ്യുക, നടപ്പിലാക്കുക, അത് മീൻസ് മെഡിക്കൽ റെക്കോർഡുകൾക്ക് കൃത്യമായിട്ടും അപ്ഡേറ്റുകളൊക്കെ ചെയ്യുക. They guarantee the confidentiality and security of patient information while facilitating efficient data management and reporting. അല്ലെ? അതായത് കാര്യക്ഷമമായിട്ടുള്ള ഒരു ഡാറ്റ മാനേജ്മെന്റും അതുപോലെ റിപ്പോർട്ടിംഗ് ഒക്കെ നല്ല രീതിയിൽ അവർ സുഗമമാക്കുമ്പോൾ, എഫിഷ്യന്റ് ആയിട്ട് നടത്തുമ്പോൾ, കാര്യക്ഷമമായിട്ട് നടത്തുമ്പോൾ രോഗികളുടെ വിവരങ്ങൾ the guarantee the confidentiality means രഹസ്യമായിട്ട് രോഗികളുടെ വിവരങ്ങൾ രഹസ്യാത്മകതയോട് തന്നെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും സഹായിക്കുന്നുണ്ട്. അതായത് നല്ലൊരു മീൻസ് മെഡിക്കൽ റെക്കോർഡുകളായിട്ടുണ്ടെങ്കിലും അത് കാര്യക്ഷമമായിട്ട് വേണം ചെയ്യാൻ. ഈ ഒരു പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ മറ്റു ലീക്കായിട്ട് പോകാൻ പാടില്ല. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അത് റിലീസ് ചെയ്യാൻ പാടുള്ളൂ. സോ അത് എഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ടും മാനേജ് ചെയ്യുക. അതാണ് ഇൻഫോർമേഷൻ മാനേജ്മെന്റിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ, collaboration and leadership. Administrative work collaboratively with the physicians, nurses, and other healthcare professionals to ensure a coordinated and efficient delivery of care. അല്ലെ? ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ എല്ലാവരുമായിട്ട് കോർപ്പറേറ്റ് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യുവാൻ. ഫിസിഷ്യൻസ് ആയിട്ടും നഴ്സസ് ആയിട്ടും മറ്റു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആയിട്ടും ഒരുമിച്ച് വേണം വർക്ക് ചെയ്യുവാൻ. സോ അതെന്ത് ചെയ്യുന്നു? കോർഡിനേറ്റ് ആൻഡ് ഇഫക്റ്റീവ് എഫിഷ്യന്റ് ഡെലിവറി, കാര്യക്ഷമമായിട്ടുള്ളൊരു പരിചരണം പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇവരോടെല്ലാം കൊളാബറേറ്റ് ചെയ്ത് വേണം അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്രവർത്തിക്കുവാൻ. They give leadership, support, guidance to staff members. അല്ലെ? അത് ഒരു ലീഡർഷിപ്പും അതുപോലെ തന്നെ സ്റ്റാഫ് മെമ്പേഴ്സിനൊക്കെ സപ്പോർട്ടും കൊടുക്കുന്നു. പ്രൊമോട്ടിംഗ് എ പോസിറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് വർക്ക് കൾച്ചർ. അല്ലെ? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തൊഴിൽ സംസ്കാരമാണ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഓക്കെ, അതായത് ഒരു കൊളാബറേറ്റ് ചെയ്തിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളോടും, ഇപ്പോ നഴ്സസിനോടാണെങ്കിലും ഡോക്ടേഴ്സും സ്റ്റാഫുകളോടൊക്കെ നല്ല രീതിയിൽ ഒത്തൊരുമിച്ചിട്ട് പ്രവർത്തിക്കുക. ഓക്കെ, വായിച്ചു നോക്കുക. 2 പോയിന്റ് കേട്ടോ, ഇൻഫോർമേഷനും കൊളാബറേഷനും വായിക്കാം. ഓക്കെ, വായിച്ചോ? 9ഉം 10ഉം. ഇനി നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതാണ്. These responsibilities may differ depending on the size and the type of hospital. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റീസ് ഹോസ്പിറ്റലിന്റെ സൈസ് അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കാം. But overall, hospital administrators play a vital role in managing and enhancing healthcare facilities, operations and services. അല്ലെ? അപ്പോ ഡിഫറെന്റ് പല ടൈപ്പിലുള്ള ഹോസ്പിറ്റലുകളുണ്ട്. സോ സൈസുകളുടെ അടിസ്ഥാനത്തിൽ ഈ റെസ്പോൺസിബിലിറ്റീസ് ചിലപ്പോൾ മേ ബി മാറ്റങ്ങൾ വന്നേക്കാം. എങ്കിലും ബട്ട് ഓവറോൾ ടോട്ടലായിട്ട് മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലും അവരുടെ സേവനങ്ങളും കൈകാര്യം ചെയ്യാനും അതുപോലെ തന്നെ അത് എൻഹാൻസ് ചെയ്യാനും മെച്ചപ്പെടുത്തുവാനും അഡ്മിനിസ്ട്രേറ്റീവ് പ്രധാനമായിട്ടും പങ്കുവഹിക്കുന്നു. ഓക്കെ,
അപ്പോ നമ്മള് അഡ്മിനിസ്ട്രേറ്റീവ്സിന്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് 10 പോയിന്റ് പറഞ്ഞത്. ജസ്റ്റ് 10 പോയിന്റ് വായിക്കുക. ഈ 10 കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നോക്കാം. സ്ട്രാറ്റജിക് പ്ലാനിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പോളിസി ഡെവലപ്മെന്റ്, then human resource management, facilities and equipment management, quality assurance and patient safety, community relation, risk management, information management, collaboration and leadership. Okay, clear ആണോ? ഉറങ്ങിപ്പോയതൊന്നും കുറച്ച് പേര് ഇത്ര എടുക്കണുള്ളൂ. ഇനി ഒരുപാട് എടുത്ത് ബോറാക്കണില്ല. 10 ഫങ്ഷൻസ് ആണ് എടുത്തിരിക്കുന്നത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഉറക്കം വന്നോ? കുറച്ച് ബോറായിട്ട് മീൻസ് നല്ല ഉറക്കം വന്നൊരു ടൈമൊക്കെ ആണല്ലോ. അപ്പൊ അത്യാവശ്യം കുറച്ച് പേർക്ക് ഉറക്കം വന്ന് കാണും. കുഴപ്പമില്ല, 10 പോയിന്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നെക്സ്റ്റ് ദിവസം നോക്കാം, പഠിക്കാൻ 10 പോയിന്റുകൾ കൃത്യമായിട്ട്. ഉള്ളിലുള്ളത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. സ്കിപ്പ് ചെയ്യാനായിട്ട് ഒരിക്കലും പറയുന്നില്ല. കാരണം നമ്മൾ വായിച്ച് മനസ്സിലാക്കി വെക്കാം. നമുക്ക് പഠിക്കാൻ പറ്റാത്തതാണെങ്കിലും ഒരു 5 വട്ടം നിങ്ങൾ വായിച്ചോളൂ. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലോട്ട് കയറുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതും പ്രത്യേകം പഠിക്കാം. ഓക്കെ, ഓക്കെ ആണോ? എന്റെ ക്ലാസ്സിൽ എല്ലാവരും എക്സാം ഡേറ്റ് കൺഫേം ഒന്നും ആയിട്ടില്ല. പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലോ. പോർഷൻസ് ഒക്കെ കവർ ചെയ്തതിന് ശേഷം എക്സാം ഡേറ്റ് ഇൻഫോർമേഷൻ തരും. അപ്പൊ പഠിച്ചു തുടങ്ങിയ എല്ലാവരും. ഓക്കെ, പഠനം സ്റ്റാർട്ട് ചെയ്തോ? അല്ലെങ്കിൽ ടൈം ടേബിൾ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ് എല്ലാവരും. ടൈം ടേബിളിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ? ടൈം ടേബിളിന് വേണ്ടി വെയിറ്റ് ഒന്നും ചെയ്യണ്ട, പഠിച്ചു തുടങ്ങാം. അത്യാവശ്യം പഠിക്കാനൊക്കെ ഉണ്ടല്ലോ. ഇല്ലേ പഠിക്കാൻ? ഒട്ടും തന്നെ ഇല്ലാത്തതില്ലല്ലോ. ഡെയിലി പഠിക്കുന്നവർക്കാണെങ്കിൽ അത്ര വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അപ്പൊ പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.